നമസ്കാരം. ഫാഷനബിൾ ആയിട്ട് അണിഞ്ഞൊരുങ്ങി നടക്കാനും മുംബൈ പോലെയുള്ള വലിയ വലിയ നഗരങ്ങൾ സന്ദർശിക്കാനും ആഗ്രഹിച്ച് ജീവിച്ചിരുന്ന രണ്ട് മുതിർന്ന സ്ത്രീകൾ. മലപ്പുറം താനൂരാണ് അവരുടെ സ്വദേശം. ഒരു ദിവസം അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് വീട്ടുകാരോടൊക്കെ പിണങ്ങി വീട്ടുകാരോട് എക്സാം എഴുതാൻ പോവുകയാണ് എന്ന് കള്ളം പറഞ്ഞ് അവർ വീട് വിട്ടിറങ്ങുന്നു. അങ്ങനെ അതിസാഹസികമായിട്ട് അവര് മുംബൈയിൽ എത്തിച്ചേരുന്നു. അവർ മുംബൈയിൽ എത്തിയതോടുകൂടിയിട്ട് അവരെ മുംബൈയിൽ എത്താൻ സഹായിച്ച ഒരു വ്യക്തി റഹീം എന്നാണ് അയാളുടെ പേര്. റഹീം നമ്മുടെ നാട്ടിൽ ഹീറോ ആയിട്ട് മാറുവാണ്. നാളെ മുതൽ അയാളെ നന്മമരം റഹീം എന്ന് നമുക്ക് വിളിക്കാം. നിങ്ങൾ തന്നെ അയാളുടെ മനസ്സ് കാണാതെ പോവരുത്. വീട്ടിൽ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങിയ രണ്ട് മുതിർന്ന സ്ത്രീകളാണ്. പ്രായപൂർത്തിയായിട്ടില്ല മുതിർന്ന സ്ത്രീകൾക്ക്. അവരെ ആരോടും പറയാതെ കൃത്യമായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറ്റി മുംബൈയിൽ എത്തിച്ച് അവർക്ക് സെക്കൻഡ് ഹാൻഡ് ഫോൺ വരെ എടുത്തു കൊടുത്തു. സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്തു കൊടുക്കുന്നു. എന്നിട്ട് സലൂൺ വരെ അയാൾ എത്തിച്ചു. വളരെ സുരക്ഷിതമായിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെയാണ് അയാൾ എത്തിച്ചത്. ആ നന്മ, ആ മനസ്സ് കാണാതെ പോകരുത്. നാളെ മുതൽ ഇതുപോലെ ഏതെങ്കിലും മുതിർന്ന സ്ത്രീകൾക്ക് ഇതുപോലെ ആഗ്രഹങ്ങൾ നിറവേറ്റണമെന്നുണ്ടെങ്കിൽ റഹീമിനെ ബന്ധപ്പെട്ടാൽ മതി. റഹീം കൃത്യമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്ത് എത്തിച്ചിരിക്കും. ഈ വിഷയം നിസ്സാരമായിട്ട് കാണേണ്ട ഒന്നാണോ? അല്ലെങ്കിൽ റഹീം എന്ന് പറയുന്ന വ്യക്തിയെ ഹീറോ ആയിട്ട് കാണാൻ അയാൾ എന്തെങ്കിലും ചെയ്തോ? അയാൾ എന്ത് നന്മയാണ് ചെയ്തത്? എന്ത് ഹീറോയിസമാണ് അയാൾ കാണിച്ചത്? എന്നാൽ നമ്മുടെ നാട്ടുകാർ അതിനെ വെറും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് കാണുന്നത്. പോലീസുകാർ അവഗണിക്കുന്നു. ഈ വിഷയത്തിൽ ഒരുപാട് അവ്യക്തതകളുണ്ട്. വീട്ടുകാരോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ രണ്ട് പെൺകുട്ടികൾ എന്നതിനേക്കാട്ടിലുമൊക്കെ ഉപരിയായിട്ട് ഇതിനകത്ത് കുറേ അവ്യക്തതകളുണ്ട്, കുറേ സംശയങ്ങളുണ്ട്. അവരെന്തിന് കൃത്യമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോയി? അവരുടെ കയ്യിൽ ഇത്രയും പൈസ എവിടുന്നാണ്? സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന മുതിർന്ന സ്ത്രീകളാണ്. അവിടെ എങ്ങനെയാണ് ഇത്രയും പൈസ വന്നത്? ഒരു മോതിരം വിറ്റത് കൊണ്ട് മാത്രം ഇത്രയും പൈസ കിട്ടുമോ? അല്ലെങ്കിൽ വേറെ വല്ല സ്വർണ്ണാഭരണങ്ങളും അവർ വിറ്റോ? ഇനി കൂടാതെ തന്നെ ഏറ്റവും കൂടുതൽ സംശയിക്കേണ്ട, ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് റഹീം എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻവോൾവ്മെന്റ്. അയാൾ ആരാണ്? അയാൾ എന്തിന് ഈ പെൺകുട്ടികളെ സഹായിച്ചു? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊന്നും എന്തുകൊണ്ട് മാധ്യമങ്ങൾ ചോദിക്കുന്നില്ല? മാധ്യമങ്ങൾ മനഃപൂർവ്വം ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ട് റഹീം എന്തോ വലിയ നന്മമരമാണ് എന്നുള്ള രീതിയിലാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അയാൾ നന്മമരമല്ല. അയാൾ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ സംശയമാണുള്ളത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത്, നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തായിക്കോട്ടെ, ചെറിയ രീതിയിൽ മാത്രം പരിചയമുള്ളൊരു സുഹൃത്ത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടൊരു സുഹൃത്ത്, അയാൾ നിങ്ങളോട് പറയുവാണ് ഇതുപോലെ നാട് വിട്ടു പോവുകയാണ്. നമ്മൾ എന്തുമായിരിക്കും ചെയ്യുന്നത്? അയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി നോക്കും. അയ്യോ അങ്ങനൊന്നും ചെയ്യരുതേ, അതൊക്കെ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്തിരിപ്പിക്കാൻ നോക്കും. പിന്തിരിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ അയാളുടെ വീട്ടുകാരെ വിവരം അറിയിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പോലീസുകാരെ വിവരം അറിയിക്കും. അതല്ലേ ശരിയായിട്ടുള്ളൊരു മാർഗം? തീർച്ചയായിട്ടും ഇവിടെ പ്രായപൂർത്തിയാകാത്തവരാണെന്നും കൂടി മനസ്സിലാക്കിക്കോണം. വീട്ടുകാരെ അറിയിക്കാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മിസ്സിംഗ് കേസാണ്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത രണ്ട് മുതിർന്ന സ്ത്രീകളെ ഒന്നും ആരോടും പറയാതെ രഹസ്യമായിട്ട് ഇയാൾ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് ഇയാളുടെ ഒരു ഫോൺ റെക്കോർഡ് ഉണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കേൾപ്പിച്ചിരുന്നു. ഇതിനകത്ത് ഒന്നും കൂടി കേൾപ്പിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടി അയാളുടെ കാര്യത്തിൽ സംശയം ഉണ്ടാകും. ഏതായാലും ആ വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേൾക്കാം. എനിക്ക് അവരെ കിട്ടുന്ന നിർബന്ധമാണ്. ഞാൻ എന്താ വെച്ചാലേ നിങ്ങളൊരു തെറ്റിദ്ധാരണ വേണ്ടെന്ന് കരുതിയിട്ടേ ഇന്നെന്തായാലും കോൺടാക്ട് ചെയ്യാൻ വഴി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. ഞാൻ അപ്പൊ ഞങ്ങൾക്ക് ഇൻഫോർമേഷൻ തരും ചെയ്യും. ഞാനും അന്വേഷിക്കേണ്ട നല്ലോണം. ഞാൻ ഒരൊറ്റ കാര്യം ഇവരെവിടുന്ന നിങ്ങളുടെ അടുത്ത് മിസ്സാവുന്നത്? ഇവര് കറക്റ്റ് നമ്മളെ മുംബൈ സ്റ്റേഷനില്ലേ, മുംബൈ മറ്റേ നമ്മളെ സിറ്റിയില്ലേ, മുംബൈ സിറ്റിന്ന് നമ്മുടെ ഫുഡിന്റെ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുഡ് ഏരിയ സ്ട്രീറ്റ്, അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് ഇവര് ഓക്കെ ആണ് പിരിയണത്. നമ്മള് ലാസിയ സലൂണിലേക്കാണ് കയറിയത്. അപ്പൊ അവിടുന്നാണ് പോലെ ഈ മറ്റേ എന്താ മുടി കട്ടെ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത് അവർക്ക് വിളിച്ചപ്പോ. അപ്പൊ അവിടേക്ക് ഞാൻ കോൺടാക്ട് കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാം അപ്പൊ പോലീസിനെ കൈമാറുന്നുണ്ട്. നിരന്തരം വിളിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ഞങ്ങള് പരസ്പരം 10-5 കൂടുമ്പോ നിൽക്കാതെ വിളിച്ചോണ്ടിരിക്കുന്നു. ഒരൊറ്റ കാര്യം, ഇവര് എന്തിനാ പോയത് പറഞ്ഞിരുന്നോ? ഇവര് വീട്ടിലെന്തോ ടെൻഷൻ പ്രശ്നം കാര്യങ്ങളെല്ലാം പറയുന്നത്. പൈസ ഉണ്ടായിരുന്നോ? പൈസ ഉണ്ടായിരുന്നു. ഞാൻ കുറെ പറഞ്ഞ് മനസ്സിലാക്കി എന്തിനാ അങ്ങനെ ചെയ്യണം, അങ്ങനെ. അപ്പൊ അതിനൊന്നല്ല ഞങ്ങളിപ്പോ തന്നെ പോകും ഇന്നതാക്കി അപ്പൊ ഞങ്ങൾ വെറുതെ മുംബൈ കാണാനാണ് അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ ഓൾക്കൊരു സപ്പോർട്ടിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചു കൊടുത്തത്. ഓൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമ്മളത്ര ഫ്രണ്ട്ഷിപ്പാണ്. ഓർക്കൊന്നും ഇല്ലാതെ കേട്ടോ. അതാണ് എന്റെ ആഗ്രഹം. അതൊക്കെ നിരന്തരം ടൈറ്റ് നടക്കുകയാണ്. ഓരോ മൊബൈൽ എടുത്തത്, 2 മൊബൈല്. ഇയാൾ പറയുന്നതില് എവിടെയാണ് ജെന്യൂനിറ്റി ഇരിക്കുന്നത്, നന്മ ഇരിക്കുന്നത്? പറയുന്ന കാര്യം മൊത്തം അവ്യക്തമാണ്.
ഇതിലും നന്മ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചേക്കുന്ന കുറെ ആൾക്കാർ ഇതിനെ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമേ അല്ല. സംശയങ്ങൾ മൊത്തം ചോദ്യം ചെയ്യുക, ചോദ്യം ചെയ്ത് ഉത്തരം കണ്ടെത്തുന്നിടം വരെ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നിസ്സാരമായിട്ട് ഒരിക്കലും കാണാൻ പാടില്ല. സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് ഇയാൾക്ക് ആ പെൺകുട്ടികളെ പരിചയം. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ്. ഉറ്റ സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ഓക്കെ, അയാൾ കോഴിക്കോട് വെച്ചിട്ടാണ് ഈ പെൺകുട്ടികളെ കാണുന്നത്. ഈ സാഹചര്യത്തിൽ കണ്ടു, പെൺകുട്ടികളോട് കാര്യം അന്വേഷിച്ചപ്പോൾ സാഹചര്യം മുഴുവനായിട്ട് മനസ്സിലായി, എന്താണ് കാര്യം എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഒറ്റയ്ക്ക് പോവുകയാണ് എന്ന് മനസ്സിലാക്കിയ ഇയാൾ കൂടെ പോകുന്നു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷെ പിന്തിരിയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇയാൾ കൂടെ പോകുന്നു. അതുവരെ ഓക്കെ, ആ സ്റ്റോറി അതുവരെ നമുക്ക് എങ്ങനെയും ഒക്കെ ഒന്ന് വിശ്വസിക്കാം. അതിനുശേഷം ഇയാൾ നന്മയുള്ള മനുഷ്യനായിരുന്നു എന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പോലീസുകാരെ വിവരം അറിയിച്ചേനെ. ഈ കുട്ടികളുടെ മാതാപിതാക്കളെ പരിചയമില്ല എന്നുണ്ടെങ്കിൽ പോലീസുകാരെ വിവരം അറിയിച്ചേനെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ വിവരം അറിയിച്ചേനെ. അതാണ് ശരിയായിട്ടുള്ള ജെനുവിനായിട്ടുള്ളൊരു സിറ്റിസൺ ചെയ്യേണ്ടത്. ആ നിമിഷം തന്നെ ഇവരെ കണ്ട ആ നിമിഷം തന്നെ അറിയിച്ചേനെ, അല്ലെന്നുണ്ടെങ്കിൽ ആ ട്രെയിൻ യാത്രയുടെ ഇടയിൽ എപ്പോഴെങ്കിലും അറിയിച്ചേനെ. ഇത് ഇത്രയും മണിക്കൂർ ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു, റഹീമിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ മണിക്കൂറുകളോളം ഇവിടെ പോലീസുകാരും മാധ്യമങ്ങളും തിരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇയാൾ ആ പെൺകുട്ടികളുടെ ഒപ്പമാണ്. എന്തുകൊണ്ട് അയാൾ പറഞ്ഞില്ല? അയാളുടെ ഫോൺ ഉണ്ടായിരുന്നു, ഇന്റർനെറ്റ് ഉണ്ടായിരുന്നു, എല്ലാ സംവിധാനവും അയാളുടെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അയാൾ അധികാരികളെ വിവരം അറിയിച്ചില്ല? അതിൽ തന്നെയുണ്ട് സംശയം. അതിൽ തന്നെ വ്യക്തമാണ് ഇയാൾ ശരിയല്ല. എന്നിട്ടും ഇത്രയൊക്കെ സംശയം ഉണ്ടായിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അധികാരികൾ. അയാൾ ആരാണ്? അയാളുടെ ഫോട്ടോ ഇല്ല, അയാളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത് പോലെയാണ്. അയാൾ ഇപ്പോൾ ഹീറോയാണ്, സുരക്ഷിതമായിട്ട് ഇവരെ കൊണ്ടു നടന്ന ഹീറോ. ഇങ്ങനെയാണോ ഹീറോ ചെയ്യുന്നത്? ഇതിനകത്ത് എവിടെയാണ് നന്മ ഇരിക്കുന്നത്? ഇതിനകത്ത് എവിടെയാണ് ഹീറോയിസം ഇരിക്കുന്നത്? എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നിട്ട് ആൾക്കാരൊക്കെ അറിഞ്ഞു എന്ന് കണ്ടപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളുടെ ഇടയിലുമൊക്കെ വലിയ ചർച്ചയായി, വലിയ രീതിയിൽ വൈറലായി, ഇവരുടെ ഇൻഫർമേഷൻ എല്ലായിടത്തും പാസ്സായി എന്നറിഞ്ഞപ്പോഴാണ് ഇയാൾ പ്രതികരിക്കുന്നത്. ആ സമയത്താണ് പോലീസുകാരോട് പ്രതികരിക്കുകയും പോലീസുകാരോട് പറയുന്നത് ഇപ്പം എൻ്റെ ഒപ്പമില്ല. അത്രയും നേരം അയാളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് വളരെ സുരക്ഷിതമായിട്ട് അവിടെ വരെ എത്തിച്ചു. അവിടെ വരെ എത്തിച്ചിട്ട് ഇയാളുടെ കൺവെട്ടുന്നു പിന്നെ അവളുമാര് പോയി എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഓക്കെ, ഇയാളുടെ കൺവെട്ടത്തുനിന്ന് അവളുമാര് പോയപ്പോഴെങ്കിലും ഇയാൾക്ക് പോലീസിനെ അറിയിക്കാമായിരുന്നല്ലോ, അറിയിച്ചില്ലല്ലോ. മൊത്തത്തിൽ സംശയമാണ്. പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് ഈ സമൂഹത്തിൽ സ്ത്രീകളാണ്. അത് നമുക്കറിയാം. എത്രയൊക്കെ നിയമങ്ങളുണ്ട്, എത്രയൊക്കെ സംരക്ഷണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 90% ഇപ്പോഴും പ്രശ്നങ്ങളാണ്. വല വിരിച്ച് നോക്കിയിരിക്കുകയാണ്. ഈ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ പരിചയപ്പെട്ട ഒരാളുടെ കൂടെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങൾ പോകുന്നത്? അതും നഗരം നല്ല സ്ഥലമാണ്, നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാം. ഇതങ്ങനെയല്ല, ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്കാണ് ഒരു പരിചയമില്ലാത്ത ആളുടെ കൂടെ പോകുന്നത്. ഇൻസ്റ്റഗ്രാം സുഹൃത്ത് എന്താണ്? അങ്ങ് ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കുന്ന വല്ല വ്യക്തികളുമാണോ? അയാളുടെ സ്വഭാവം എന്താണ്, സ്ഥലം ഏതാണ്, പേരെന്താണ്, ഒന്നും നമുക്കറിയില്ല. പേര് പോലും ചിലപ്പോൾ കള്ളമായിരിക്കാം. അപ്പൊ ഈ പെൺകുട്ടികളെ ചിലപ്പോൾ ഇയാളായിരിക്കാം മനസ്സ് മാറ്റി കൊണ്ടുപോയത്. അതിന് സാധ്യതയില്ലേ? ഇത്രയും ആൾക്കാർ അറിഞ്ഞപ്പോൾ അയാളുടെ പ്ലാൻ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പെട്ടെന്ന് ഹീറോ ആയതായിരിക്കാം. അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാരെ ഒന്ന് ഹീറോ ആയിട്ട് ചിത്രീകരിക്കാതിരിക്കുക. സംശയമുണ്ട്, സംശയം ചോദിച്ചു തന്നെ സംശയങ്ങൾ മാറ്റിയേ വരത്തുള്ളൂ. തിരിച്ചയാൾ നാട്ടിൽ വരുമ്പോൾ അയാളെ കസ്റ്റഡിയിൽ എടുക്കണം, അയാളോട് ചോദ്യങ്ങൾ ചോദിക്കണം, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് പരിശോധിക്കണം, അയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അയാളുടെ ഫോൺ സംഭാഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുക. അല്ലാതെ ഇത് കണ്ണടച്ച് വിടേണ്ട ഒരു സംഭവമല്ല. ഇതുപോലെ പല ഇൻസിഡന്റുകളും നമ്മൾ അറിയാതെ ഉണ്ടായിട്ടുണ്ടാകാം, പല ഇൻസിഡന്റുകളും. അപ്പൊ ദയവേത് ഇങ്ങനെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ ഹീറോ ആയിട്ട് ചിത്രീകരിക്കാതിരിക്കുക, നന്മപരമായിട്ട് കാണിക്കാതിരിക്കുക. ഇവരെ ഒന്നും നന്മപരമായിട്ട് കാണാൻ പറ്റത്തില്ല. അയാൾ നന്മപരമല്ല, അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്തിന്റെ അടിസ്ഥാനത്തിൽ അയാളത് ചെയ്താലും അയാൾ ചെയ്തത് തെറ്റാണ്. അയാൾ അറിയിക്കേണ്ടവരെ അറിയിക്കണമായിരുന്നു, വിവരം അറിയിക്കണമായിരുന്നു. ഇപ്പൊ സത്യത്തില് അയാളാണ് ഇവരെ കടത്തിക്കൊണ്ട് പോയത്. അങ്ങനെ വരത്തുള്ളൂ.